ചെയ്തരുളാമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ ഏകമായി വാനവർ സ്തുതിക്കുന്നതിന്റെ, വാദ്യഘോഷത്തോടെ ഏകമായി വാനവർ സ്തുതിക്കുന്നതിന്റെ വന്ധ്യതിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നും എന്നും പാടുവോ. വന്ധ്യതിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നും എന്നും പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. ഏറും ഖേദമെത്രയെന്നാലും എല്ലാത്തെയും നിരത്തിയല്ലോ. ഏറും ഖേദമെത്രയെന്നാലും എല്ലാത്തെയും നിരത്തിയല്ലോ. ഏഴകളിൽ ഭാരം ഏത് ചുമക്കുന്ന ഏക കർത്താവിന് സാധനം നാം പാടുമോ. ഏഴകളിൽ ഭാരം ഏത് ചുമക്കുന്ന ഏക കർത്താവിന് സാധനം നാം പാടുമോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാവർക്കും തീർക്കാൻ നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. എല്ലാവർക്കും തീർക്കാൻ നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്.
സ്തുതിക്കും സർവവല്ലഭന് അല്ലും പകലും നാം ഹല്ലേലൂയ പാടുമോ. സർവരും സ്തുതിക്കും സർവവല്ലഭന് അല്ലും പകലും നാം ഹല്ലേലൂയ പാടുമോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ ഏകമായി വാനവർ സ്തുതിക്കും നാഥനെ. വാദ്യഘോഷത്തോടെ ഏകമായി വാനവർ സ്തുതിക്കും നാഥനെ. വന്യ തിരുപാദം എല്ലാവരും തേടി മന്ദനയകന്നു ഇന്നും എന്നും പാടുമോ. വന്യ തിരുപാദം എല്ലാവരും തേടി മന്ദനയകന്നു ഇന്നും എന്നും പാടുമോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഫിലിപ്പോസ് യേശുവിനോട് ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല എന്ന് ഉത്തരം പറഞ്ഞു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നലകളിലെ നടത്തിപ്പിനെ മറക്കരുത് എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ ആശങ്കകളും ആകുലതകളും പലപ്പോഴും ദൈവമക്കളുടെ ജീവിത വഴിയിൽ അവരെ അലട്ടാറുണ്ട്. ഒഴിവാക്കിക്കൂടാത്ത ചില ആവശ്യങ്ങളുടെ മുഖത്ത് ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ തങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, ആവശ്യങ്ങളൊക്കെ എങ്ങനെ നടത്തും, ആരും സഹായിപ്പാനില്ലല്ലോ എന്നൊക്കെയുള്ള തിരിച്ചറിവിൽ പലപ്പോഴും അവർ സംശയ വിചാരങ്ങളാൽ പതറിപ്പോകാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭം നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ആ സന്ദർഭങ്ങളിലൊക്കെ കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തിയിട്ടില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒന്ന് സ്തോത്രം പറയാൻ താല്പര്യപ്പെട്ട. അങ്ങനെ ഒരു സന്ദർഭം നേരിടുമ്പോൾ ചിലരൊക്കെ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാറുണ്ട്. ചിലർ പിറുപിറുപ്പുകാരായി തീരാറുണ്ട്. മറ്റു ചിലർ മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സഹായം ആ സമയങ്ങളിൽ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടർ അവർ അവരുടെ വിഷയങ്ങളുമായി ഓടി കർത്താവിനരികിൽ എത്താറുണ്ട്. അവർ കർത്താവിൽ ആശ്രയിക്കുന്നവർ, കർത്താവിനെ കേൾക്കുന്നവർ, ഒരു കാരണവശാലും അവർ വാടിത്തളർന്നു പോകാൻ ഇടയാകില്ല. കർത്താവിനെ കേൾക്കുവാൻ അവൻ തന്റെ ശിഷ്യന്മാരുമായി ഇരുന്ന മലയിലേക്ക് വലിയൊരു പുരുഷാരം വന്നുകൂടി. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വായിൽ നിന്ന്, കർത്താവിൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാൻ ആഗ്രഹത്തോടെ കടന്നു വന്ന ഒരു വലിയ പുരുഷാരം. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന ആ പുരുഷാരത്തിന്റെ വിശപ്പടക്കുവാൻ വേണ്ടി യേശു കർത്താവ് ഫിലിപ്പോസിനോട് ഇപ്രകാരം ചോദിക്കുന്നു: ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അതിന് ഫിലിപ്പോസ് അവനോട് പറയുന്ന കാര്യമാണ്, ഇവരിൽ ഓരോരുത്തന് അല്പാൽപമായി കൊടുക്കാൻ പോലും 200 പണത്തിന് അപ്പം മതിയാകിയില്ലല്ലോ കർത്താവേ. കർത്താവ്, ഇവരുടെ വിശപ്പ് അടങ്ങത്തക്ക നിലയിൽ എങ്ങനെ നമുക്ക് കൊടുക്കാനാകും? അതിനെത്രമാത്രം പണം വേണ്ടി വരും? അല്പം കൊടുക്കുന്നതിന് പോലും 200 പണം തികയില്ല. ഫിലിപ്പോസ് ചിന്തിച്ചത് അല്പമെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടാം എന്നാണ്. എന്നാൽ കർത്താവ് ചിന്തിച്ചതും
കർത്താവ് ചെയ്യാൻ താല്പര്യപ്പെട്ടതും അവർക്ക് ആ വിശന്നിരിക്കുന്ന ജനത്തിന് അല്പം കൊടുക്കുവാനല്ല, വേണ്ടുവോളം, അവരുടെ വിശപ്പടങ്ങുവോളം അപ്പം കൊടുക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് ചിന്തിച്ചതും പ്രവർത്തിച്ചതും. കർത്താവിന്റെ ശക്തിയെ, കർത്താവിന്റെ പ്രവൃത്തിയെ പ്രിയരെ നാം ചെറുതായി കാണരുത്. നമ്മുടെ ദൈവം അല്പം ആശ്വാസത്തിന്റെ, അല്ലെങ്കിൽ അല്പം സമാധാനത്തിന്റെ, അല്പം വിടുതലിന്റെ, അല്പം സൗഖ്യത്തിന്റെ ഒന്നും ദൈവമല്ല. അവൻ പൂർണ്ണതയുള്ള പ്രവൃത്തിയുടെ ദൈവമാണ്. പോരായ്മകളുടെ നടുവിൽ, വല്ലായ്മകളുടെ നടുവിൽ, വേദനകളുടെ നടുവിലൊക്കെ നാം അകപ്പെടുമ്പോൾ പ്രിയരെ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അല്പമായി പ്രവർത്തിക്കുന്നവനല്ല. നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയുന്ന ഒരു കർത്താവുമല്ല. അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവൻ നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് നമ്മോട് അവൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ചില ആവശ്യങ്ങൾ നമ്മെ അറിയിക്കുന്നത് പോലും അങ്ങനെ. അവിടെ നമ്മുടെ പ്രതികരണം സംശയത്തിൻ്റെതും നിരാശയുടേതും പോരായ്മയുടേതും ആയി പോകരുത്. അവിശ്വാസത്തിന്റെ വാക്കുകളാൽ നാം ചെറിയ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരാകരുത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നും അവൻ തക്ക സമയത്ത് എനിക്ക് വേണ്ടി വലിയത് പ്രവർത്തിക്കും എന്നും നാം വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. കുടപ്പുറപ്പുകളെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതും അത്ഭുതകരമായി പ്രവർത്തിച്ചതും നമ്മെ തൃപ്തികരമായി നടത്തുകയും നിർത്തുകയും ചെയ്തതും മിച്ചം വരുത്തി അനുഗ്രഹിക്കുകയും ചെയ്തത് ഓർക്കുകയും അതിനായി നാം നന്ദി അർപ്പിക്കുകയും ചെയ്യും. സങ്കീർത്തനത്തിൽ വായിക്കുന്ന, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവൻ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇതിനു മുൻപ് ഇന്നലെ വരെ ദൈവം നടത്തിയ വഴികൾ തിരിഞ്ഞു നോക്കി ഇന്ന് അവൻ വഴി നടത്താൻ മതിയായവനെന്ന് വിശ്വസിക്കുക, ഏറ്റുപറയുക. അപ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുക. നിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രശ്നസങ്കീർണമായ വിഷയത്തിന് നടുവിൽ ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചില്ലേ, ഒന്ന് വിശ്വസിച്ചേ എന്ന് ദൈവം നമ്മോട് നേരിട്ട് പറഞ്ഞിട്ട് അവൻ ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുവാനിരിക്കുന്നത് ഒരു പോരായ്മയല്ലേ? ഇവിടെ ശിഷ്യന്മാരോട് കർത്താവ് നേരിട്ട് പറഞ്ഞു കൊടുത്ത് ഓർപ്പിക്കുകയാണ്. ഫിലിപ്പോസേ, അന്ത്രയോസേ, തോമസേ, പത്രോസേ, നിങ്ങൾ പുറകോട്ടൊന്ന് നോക്കിക്കേ. 7 അപ്പം നുറുക്കിയിട്ട് എത്ര കൊട്ട ശേഷിപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടി? 5000 പേരെ പോഷിപ്പിച്ച ആ അപ്പം നുറുക്കലിന്റെ കാര്യം 4000 പേർക്ക് നുറുക്കി ശേഷിപ്പിച്ച കാര്യവും അവരെ കർത്താവ് ഓർമ്മിപ്പിച്ചിട്ട് അവരെ ശാസിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലല്ലോ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം ഒന്ന് വായിക്കുമ്പോൾ ഇതിന്റെ ആഴം നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ 12 കൊട്ടയും മറ്റൊരിക്കൽ 7 വട്ടിയും അധികം ശേഷിപ്പിച്ചത് നിങ്ങൾ ഗ്രഹിക്കാതെ പോയല്ലോ. കർത്താവിന്റെ ഹൃദയത്തിലെ വേദനയാണ്, വിഷമമാണ് അവരുടെ മുൻപിൽ കർത്താവ് അറിയിക്കുന്നത്. തികയില്ല, ഒന്നും നടക്കില്ല, എന്തോ ചെയ്യാനാ എന്നൊക്കെ പറയുന്നിടത്ത് പ്രിയരെ, ദൈവത്തിന് നടത്തുവാൻ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് നമ്മെ പുലർത്തുവാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നും എൻ്റെ അവിശ്വാസവും പിറുപിറുപ്പും നിമിത്തം ഞാൻ എനിക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തിയെ തടയുകയില്ല എന്നും തീരുമാനിച്ചു. കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത നന്മകൾ, അവൻ തുറന്ന വഴികൾ, അവൻ നടത്തിയ ആ നടത്തിപ്പ് എന്നിവയൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അന്ന് നടത്തിയ ദൈവം ഇന്നും നാളെയും നടത്തുവാൻ ശക്തനാണെന്ന് ഗ്രഹിച്ചിട്ട് അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. ഇന്നലെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ആവശ്യങ്ങളുടെ മുഖത്ത് പ്രവർത്തിക്കും. അവൻ എന്നെന്നും മതിയായവൻ എന്നതിൻ്റെ സൂചനയാണ്. നമ്മുടെ കർത്താവ് മനസ്സരിവുള്ളവനാണ്, പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, കരുതിയിട്ടുള്ളവനാണ്, കരം പിടിച്ച് നടത്തുന്നവനാണ്. നാം അല്പം മതി എന്ന് പറയുന്നവരാകരുത്. എന്നാൽ ദൈവം മതിയാകും വണ്ണം ആവശ്യങ്ങൾ നിറവേറ്റി തൃപ്തിയോടെ നടത്തുന്നവനാണെന്ന് ഉറച്ചു വിശ്വസിച്ചെന്ന പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുക. നാം അല്പത്തിൽ വിശ്വസ്തനാകുമെങ്കിൽ അവൻ അധികത്തിൽ നമ്മെ വിചാരകന്മാരാക്കും എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടപ്പുറപ്പുകളെ, നാം അവനോട് കൂടെ നടക്കുന്നവരെങ്കിൽ
അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അറിയുന്നവനാണ്. വിശ്വസ്തയോടെ കൂടെ പാർക്കുന്നവരുടെ ജീവിത പ്രതിസന്ധികളുടെ സാഹചര്യങ്ങളിൽ യേശു കർത്താവ് മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ യാത്രയിൽ നാം തളർന്നു പോകുവാൻ അനുവദിക്കുകയില്ല. ഇന്നും അവൻ നമ്മുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കും. കഴിഞ്ഞ നാളുകളിൽ അവൻ ചെയ്തതും ഓർത്തു നോക്കുക. ഹൃദയം നന്ദിയാൽ നിറയുന്നില്ലേ? ഇന്നിന്റെ ആവശ്യം പ്രിയരെ അവന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് കർത്താവിൽ മാത്രം ആശ്രയിക്കുക. അവന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറയുന്നത് അനുസരിക്കാൻ താല്പര്യപ്പെടുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ജനം അനുഗ്രഹിക്കപ്പെടാൻ, ജനം വിടുവിക്കപ്പെടാൻ കർത്താവെ സഹായിക്കുമാറാകണം. ഞങ്ങളെ ഇന്നലകളിൽ അനുഗ്രഹമായി അത്ഭുതകരമായി നടത്തിയ ദൈവം ഇന്നും ഞങ്ങളെ നടത്തുവാൻ സർവശക്തനാണെന്ന് വിശ്വസിച്ച് കർത്താവിന് വരെ വൈകിയാൽ നാളെയും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഞങ്ങളുടെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് ദൈവത്തിന്റെ വേല ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു അനേകർക്ക് കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, അനേകരുടെ മുമ്പാകെ കർത്താവിനെ സാക്ഷിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധ പിതാവെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ ശക്തിയെ ഞങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കും. ഈ ജനം വിടുവിക്കപ്പെടട്ടെ. ഈ ജനം അങ്ങയ്ക്ക് മഹത്വം അർപ്പിക്കുന്നവരാണ്. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന അപ്പച്ച, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. സ്തോത്രം ആദരവായി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകന് സ്തോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ ഏകമായി വാനവർ സ്തുതിക്കുന്നതിന്റെ വാദ്യഘോഷത്തോടെ ഏകമായി വാനവർ സ്തുതിക്കുന്നതിന്റെ വന്ധ്യ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നുമെന്നും പാടുവോ. വന്ധ്യ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നുമെന്നും പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. ഏറും ഖേദമെത്രയെന്നാലും എല്ലാത്തെയും നിരത്തിയല്ലോ. ഏറും ഖേദമെത്രയെന്നാലും എല്ലാത്തെയും നിരത്തിയല്ലോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവിന് സാദരം നാം പാടുവോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവിന് സാദരം നാം പാടുവോ.
പാടിടാം.